മഹാഗണപതി, ഞങ്ങളെ ഈ സംരംഭം വിജയിപ്പിക്കണേ. കള്ളപ്പറയ്ക്കൽ. എടാ കളപ്പുരയ്ക്കലടാ. എന്തിനാണ് നീ ചാടുന്നത്? TP ഭാസ്കരൻ നായർ. TP തല്ലിപ്പൊളി ഭാസ്കരൻ നായർ. നീ കുഴപ്പമുണ്ടാക്കും. ഒന്നുമില്ലേ? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. അമ്മാവോ, അമ്മായി, ചേച്ചി, കുഞ്ഞേ. നീ ആരാടാ വിളിക്കുന്നത്? ഒരു വീടായാൽ അമ്മാവൻ കാണും, അമ്മായി കാണും, ഇല്ലെങ്കിൽ ചേച്ചി കാണും, അതും ഇല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞെങ്കിലും കാണും. ഞാനിപ്പോ വിളിച്ച ഈ വിളിക്ക് അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോലെ എണീറ്റ് വന്ന് കയറ്റി തുറന്നു തരും. നീ ഇത് പിടി. ഇതൊക്കെ മോശമല്ലേ? എന്തോന്ന് മോശം? ഇതൊക്കെ തന്നെ ഇപ്പൊ ഇവിടെ നടക്കണം. ചാടട്ടെ? ഗേറ്റ് പൂട്ടിയാണല്ലേ നമ്മൾ ചാടുന്നത്. ഇതെന്തൊരു വീടാണ്, നമുക്ക് പോവാം. മില്ലടാ മക്കറി, നീ വേഗം ചത്തോ, ഞാൻ പോകും. ധൈര്യമില്ലടാ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ആർക്ക് പേടി? ഇപ്പൊ കാണിച്ചു തരാം ഞാൻ. നീ ആരടാ ചെടിയുടെ വിളിച്ചിട്ട് ഞങ്ങളെ പേടിപ്പിക്കാൻ? നീ ആരടാ? അത് കൊള്ളാമല്ലോ. ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ എന്റെ ഭാര്യയെ പോലെ നോക്കുന്ന ചെടിച്ചട്ടിയും പൊട്ടിച്ചിട്ട് ഈ കുണ്ടള കുട്ടപ്പനോട് നീ ആരടാന്ന് ചോദിക്കാൻ നീ ആരടാ? നിന്റെ അപ്പൂപ്പൻ, ഗ്രാൻഡ് ഫാദർ. ഓ, എന്റെ ഗ്രാൻഡ് ഫാദർ. എന്തപ്പാ എന്തെണ്ണ? ഇതാ നമ്മുടെ പൂന്തോട്ടത്തിലൊരു പൂവണക്കും വാനരൻ. പിടിയവനെ, അറിയാവനെ. എന്താ ഇവിടെ? ഇത് വീടാണോ അതോ ചന്തയാണോ? വീടാണോ വിചാരിച്ചാ വന്ന് കയറിയത്. അകത്ത് കയറിയത് മനസ്സിലായി അസൽ ചന്തയാണെന്ന്. TP അലവിലാതെയാണ് ജോലിക്ക്. അവന്മാരുണ്ട്, അളിയന്മാരാ. അതിന്റെ ഗുണം കാണാനും ഉണ്ട്. അനാവശ്യം പറഞ്ഞാൽ ഓടിച്ചു നിന്റെ സൂപ്പ് വയ്ക്കും. കണ്ടോ കണ്ടോ, TP അവന്മാർക്ക് മര്യാദ. മതി മതി. നിങ്ങൾ ആരാ? ഞങ്ങൾ മനുഷ്യരാണ്. മനുഷ്യർക്ക് എന്താ വേണ്ടത്? മനുഷ്യർക്ക് എന്താ വേണ്ടത്? ജീവിക്കാൻ ഒരു ജോലി. നിന്റെ വായിലെന്താ പഴയടാ അങ്ങോട്ട്. മുതലാളി, ഞങ്ങൾക്കൊരു ജോലി വേണം. ഇങ്ങനെയാണോ ജോലി തേടി വരുന്നത്? നോക്കി നിൽക്കാൻ ഞങ്ങളെ തൊട്ടാൽ തൊട്ടവനെ തട്ടും, അടിച്ചാൽ തിരിച്ചടിക്കും. വേഗം പോകാം. കൊടുകെ ഇപ്പൊ എന്താ നീ ഹീറോ ആയത്? TP ഞങ്ങളെ പോലെ രണ്ടുപേരെ ജോലിക്ക് കിട്ടുന്നത് മഹാഭാഗ്യമാണ്. അട്ടെ, ഞങ്ങൾ എപ്പോഴാ ജോലിക്ക് വരേണ്ടത്? നിങ്ങൾ ഒരിക്കലും ഇനി ജോലിക്ക് വരണ്ട. പിന്നെയും TP പഴയതുപോലെ തന്നെയാണ് പറയുന്നത്. കൊടുക്കണം മറ്റേ പേർക്ക് TPയുടെ കയ്യില്. എന്താ ഇത്? അഡ്വക്കേറ്റ് ജയമോഹനും ഓഡിറ്റർ രാജ്കുമാറും കൂടെ തന്ന കത്താണിത്. അഡ്വക്കേറ്റ് ജയമോഹനും ഓഡിറ്റർ രാജ്കുമാറും നിങ്ങളുടെ ആരാ? ഞങ്ങൾ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് നല്ല മനുഷ്യർ. ജയമോഹനും രാജ്കുമാറും പറഞ്ഞാൽ എനിക്ക് കേൾക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ നാളെ ഇങ്ങോട്ട് വരൂ, ഞാൻ ജോലി വരാം. നമസ്കാരം. റോഡ് TP എന്നാണെങ്കിലും നല്ല മുതലാളി. ഇതാ വടി, വരട്ടെ.
അളിയൻ എന്ത് പുളിയം പണിയായി കാണിച്ചത്? യോമാര് ഫ്രോഡാണ്. യോമാർക്ക് ആരെങ്കിലും ജോലി കൊടുക്കും? ആരും കൊടുക്കത്തില്ല. പക്ഷേ കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. മണ്ടന്മാരെ, എനിക്ക് ദൂരം വയ്യാത്ത കേസ് കിട്ടാണ്. എന്റെ കേസ് മുഴുവൻ അഡ്വക്കേറ്റ് ജയമോഹന്റെ കയ്യിലാണ്. അയാളുടെ സ്നേഹിതൻ രാജ്കുമാറാണ് എന്റെ ഇജ്ജത്തക്ഷരം ആടിത്തം. അവരെ വെറുപ്പിച്ചാലേ എനിക്കും നിങ്ങളെ പോലെ വളരെ കൃഷിയിൽ ജീവിക്കേണ്ടി വരും. വിഘ്നേശ്വര, ഞങ്ങളുടെ ജോലിക്ക് വിഘ്നങ്ങളൊന്നും വരാതെ ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകണമേ മഹാഗണപതി. അയ്യോ, എന്തൊരു കൊതിയാണത്. പ്രസാദമല്ലേടാ? എന്നാ എനിക്കെന്താ? ഡാഡി, ഞാൻ കോളേജിൽ പോകുന്നു. വൈകുന്നേരം ലേറ്റായിട്ടേ വരൂ. ആർട്സ് ക്ലബിന്റെ മീറ്റിംഗ് ഉണ്ട്. കാർ ശരിയായോ? ഇല്ല മുതലാളി, ഇത് എന്നെ കൊണ്ട് പറ്റൂല മുതലാളി. എന്നാലേ മോളെ കോളേജിൽ കൊണ്ട് വിട്ടിട്ട് കാർ വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ട് വന്നാൽ മതി. പോയിട്ട് വരട്ടെ ഡാഡി. ശരി മോളെ, സൂക്ഷിച്ചൊക്കെ പോണേ. മോളെ, ഇവരുടെ കാര്യമാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഓ, എന്റെ പേര് വൈകുണ്ഠം ശങ്കർ. എന്ത് വൈകുണ്ഠമോ? അതെ, വൈകുണ്ഠം എന്നത് എന്റെ വീടിന്റെ പേരാണ്. ഞാൻ കൈലാസൻ രാജു. ഞാൻ സിന്ധു. ഞാൻ TP ഭാസ്കരൻ നായർ. TP എന്ന് വെച്ചാൽ തല്ലിപ്പോ. ഓ, ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിയാതെ ഇപ്പം പറഞ്ഞു വരാം. നീ പിടിച്ചില്ലായിരുന്നു. ഞങ്ങളിങ്ങനെ പറയായിരുന്നേ, പെൺകുട്ടികളായാലും ഇങ്ങനെ വേണം. സ്വഭാവം, സമ്പത്ത്, സൗന്ദര്യം, ഇത് മൂന്നും കൂടി ഒന്നിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. TPയുടെ മകൾക്ക് ഇത് മൂന്നും ഉണ്ട്. TPക്കും അത് പിന്നെ അങ്ങനെയല്ലേ വരികയുള്ളൂ. അവൾ എന്റെ ഏക മകളാണ്. എന്തോ നീ കാണിക്കുന്നു? അയ്യോ, ഈ രണ്ട് മണ്ടന്മാർ അളിയന്മാരെ എനിക്ക് തന്നിട്ട് എന്റെ ഭാര്യ യാത്ര പറഞ്ഞു പോയി. യാത്ര പറഞ്ഞിട്ട് എങ്ങോട്ട് പോയി TP? എടാ, മരിച്ചു പോയടാ. അത്രേ ഉള്ളു? അത്രേ ഉള്ളൂ. അയ്യോ, കഷ്ടം. ഈ മണ്ട അളിയന്മാരും ഈ TP മരിച്ചിട്ട് ആ നല്ല സ്ത്രീ ജീവിച്ചിരുന്നെങ്കിൽ ഉള്ളത്. വർത്തമാനം പറഞ്ഞു കഴിഞ്ഞിട്ട് കേറി വരൂ. എല്ലാരും കൂടെ എങ്ങോട്ടാ? ചേട്ടന്റെ ഫ്രണ്ടിന്റെ വീട് വരെ. അപ്പൊ ഉച്ചയ്ക്ക് അവിടെ ആയിരിക്കും ഊണ്. അതെ. ഇത് എന്റെ മോള് ശാരദ. അവളുടെ ഭർത്താവ് രാമകൃഷ്ണൻ അങ്ങ് ഗൾഫിലാ. ഇതിന്റെ കൊച്ചു മോള് നിമ്മി. പോയിട്ടോ. അല്ല, ഇതേത് ഭാര്യയുള്ള മോളാ? അയ്യോ, ഇവിടെ എന്റെ മോളല്ല, എന്റെ ചേട്ടന്റെ മോളാ. ഓ, അയ്യോ, നമ്മൾ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു അല്ലേ? ഇവിടെ ആ താമസം. ചെറുപ്പത്തില് അവൾ അച്ഛനും അമ്മയും മരിച്ചുപോയി. അയ്യോ, പാവം. എടാ ശങ്കു, TPയുടെ കുടുംബത്തിൽ മരിക്കാത്തതായിട്ട് TP മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞു. മര്യാദ കിടക്കുന്നുണ്ടോ അവിടെ? തുറന്നു വിട്ടാ ശല്യം, അടച്ചിട്ട് അതിനേക്കാൾ ശല്യം. എന്തൊരു ജീവിയുടെ ഇത്? നമസ്കാരം. ഇതാണോ അടുക്കള? നിങ്ങളാണോ ശാന്തമ്മ? പാവം ശാന്തമ്മ. ശാന്തമായ സ്വഭാവം അല്ലേ? ഞങ്ങളിവിടെ പുതുതായിട്ടൊന്ന് ജോലിക്കാരാ. അപ്പൊ TP ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, അടുക്കള ഉപയോഗം വല്ലതും ഇഷ്ടം പോലെ കഴിച്ചിട്ട് ഫാക്ടറിയിലേക്ക് ചെല്ലാം. രാജു, ഇന്നലെ ചെടിച്ചട്ടി, കാറ്, ഓസ്, ഇന്നിതാ കുട്ടുകം. എന്റെ ദൈവം, ഇത് ചെറുത്താന്റെ കോട്ടയാണോ? നിങ്ങളെല്ലാം കഴിച്ചിട്ട് പോകാൻ നോക്ക്. ഒരു ബുൾസൈ ഉണ്ടാക്കി തരുമോ? മനസ്സായി. ഇനി നാളെ വേറെ എന്നോട് ചോദിക്കും. ഇതാണോ മുട്ട? ഇതാണ് ബുൾസൈ. തരും. എനിക്ക് പോയിരിക്കുന്നു. ഇപ്പൊ സാമ്പാറും കഴിച്ചേ. എന്താ ഇതിനകത്ത്? അയ്യോ, എന്റെ പൊന്നു കുഞ്ഞെ തുറക്കല്ലേ, ചതിക്കല്ലോ കുഞ്ഞെ. നീ അങ്ങോട്ട് തുറക്കണം. കുഞ്ഞെ, ഓ ചാച്ചു. തൊലഞ്ഞു.